ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുഞ്ചിരി വ്ളോഗ്സ്. സോ ഞാൻ തന്നെ വീണ്ടും റൈഹ ഫാത്തിമ. അപ്പം ഞാൻ ഇന്ന് ഓണത്തിന് പർച്ചേസ് ചെയ്ത കുറച്ച് ജ്വല്ലേഴ്സ് ആക്സസറീസ് ഐറ്റംസ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജ്വല്ലേഴ്സൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു ഡ്രോറിലാണ്. അപ്പോൾ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കുറേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോ തന്നെ എടുക്കാം. ഫസ്റ്റ് റോ റെഡാണോ പിങ്ക് ആണോ ഏതൊരു കളർ ഗൈസ്. അപ്പോൾ നമുക്കത് തുറക്കാം. അത് മാത്രമല്ല എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല കുറേ കിച്ച് അപ്പോൾ എൻ്റെ മുടിയും വെട്ടിക്കളഞ്ഞു. നമുക്ക് നേരെ പോകാം. ഫസ്റ്റ് ഞാൻ ഈ റോ തുറന്നിട്ടുണ്ട് പിങ്ക്. ഫസ്റ്റ് തന്നെ ഈ ഒരു എയിംസിൽ എന്ന് വെച്ചാൽ ഒരു ഗേൾ ഡാൻസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 99 അഥവാ 100 റുപ്പീസ് എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് ഓണം സ്പെഷ്യൽ വാങ്ങിയതല്ല, എന്നാലും ഓണം ആയതുകൊണ്ട് എനിക്ക് ഉമ്മ സർപ്രൈസ് വന്നതാണ്, ഓണം സർപ്രൈസ്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ഓൺലൈൻ വഴി ആയിട്ട് ഇതിനു മുമ്പേ ഓർഡർ ചെയ്തപ്പോൾ ക്യാൻസലായി പോയി. അപ്പോൾ പുതിയതൊരെണ്ണം നമ്മൾ പോളത്തോട് ആർക്കെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത് ഇതൊരെണ്ണമാണ്. ഇതെന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. ഇതാണ് ഞാൻ എൻ്റെ ട്യൂഷൻ വീട്ടിൽ ഓണപ്പരിപാടിക്ക് ഇടുന്നത്. അപ്പം പിന്നെ ഇത് നല്ല രസമായിരിക്കും ട്യൂഷൻ വീട്ടിലെ ഓണപ്പരിപാടിക്ക്. ഒരു നല്ല ഒരു കമ്മലും ഒക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പം ഇതെന്ന് പറയുന്നത് 50 രൂപയാണ്. ഇത് ഗുജറാത്ത് ഷോപ്പ്, തങ്കശ്ശേരിയിലുള്ളവർക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു ഷോപ്പാണ്, ഗുജറാത്ത് ഷോപ്പ്. അപ്പം അടുത്തതെന്ന് പറയുന്നത് ഇതൊരെണ്ണമാണ്. ഇത് ഓണം സ്പെഷ്യൽ വാങ്ങിയതാണെങ്കിലും ഇത് ഓണത്തിനിടാൻ പോകുന്നില്ല. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഇതൊരെണ്ണം കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഈ ഒരു കളറിൽ നിന്ന് ഇത് ആർക്കെന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് എനിക്കറിഞ്ഞില്ല. ഇതിന് പിങ്കിന്ന് വൈറ്റിലോട്ട് പോകുന്നൊരു കളറാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് അറിയത്തില്ല. ഇത് ഓണം സ്പെഷ്യലാണ്, ഓണത്തിനിടാൻ പോകുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച എൻ്റെ ഈ ഇയറിങ്ങിന് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. എനിക്കൊരു ഫോട്ടോഷൂട്ടുണ്ട്, കസിൻസ് എല്ലാവരും കൂടി നിന്നുള്ളൊരു ഫോട്ടോഷൂട്ടുണ്ട്. അതിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ. ആ ഫോട്ടോഷൂട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടോളാം. അപ്പോൾ നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ തഴക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇത് എൻ്റെ ഉമ്മ സെലക്ട് ചെയ്തതാണ് കേട്ടോ. ഇത് എനിക്കും ഇഷ്ടപ്പെട്ടു, ഉമ്മക്കും ഇഷ്ടപ്പെട്ടു, രണ്ടുപേർക്കും ഇടാൻ പറ്റും. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 90 റുപ്പീസാണോ, ഇതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് ഗുജറാത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം നമുക്ക് അടുത്ത് കാണിക്കാം. അടുത്തെന്ന് പറയുന്നത് ഇതിനകത്തൊരു സ്കേർട്ട് ടൈപ്പ് വരുന്നതാണ്. ഇത് നല്ല രസമുണ്ട്. ഇത് ആർക്കെന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 89 റുപ്പീസ് എന്നാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് റോ ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് റോ ദാണ്ട് നമ്മളുടെ സെക്കൻഡ് റോ ഏതാ, നമുക്ക് സെക്കൻഡ് റോ ആയിട്ട് ഉപയോഗിക്കുന്നത് യെല്ലോ ആണ്. അപ്പോൾ നമുക്ക് യെല്ലോ നോക്കാം. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കമ്മൽസ് ഈ ഓണത്തിനൊക്കെ ഓരോന്ന് വാങ്ങിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ പണ്ട് തുറന്നിട്ടില്ല. അതുകൊണ്ട് പണ്ടൊക്കെ ഞാൻ നോർമലി വീഡിയോ എടുത്തിട്ട് മാത്രം ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കാണില്ല എനിക്കൊരു സ്വഭാവം. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ഇത് ഞാൻ വാങ്ങിയതല്ല, ഉമ്മ വാങ്ങിയതാണ്. ജുംക്ക ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 190 റുപ്പീസാണ്. അപ്പം ഇത് നല്ല രസമുണ്ട്. ഇത് ഗുജറാത്ത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം നല്ല രസമുണ്ട്. വിലക്കിലൊക്കെ നടക്കുന്നുണ്ട് കേസ്. എനിക്ക് ശ്വാസം കിട്ടുന്നു, എന്നാലും ഞാൻ കിടന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ക്യൂട്ട് ബ്രേസ്ലെറ്റാണ്. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ തുറന്നിട്ട് കൈക്കകത്ത് ഇടുന്നതാണ്. ഇതെങ്ങനെ ഇടുമെന്തോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് നോക്കാം. ഇത് എൻ്റെ കൈക്കകത്ത് മാച്ച് ആകുമെന്തോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതൊക്കെ. യെസ് ഗൈസ്, ഓഫ് കോഴ്സ് ഇറ്റ് വർക്ക്സ്. സോ ഐ ലവ് ദിസ് പ്രോഡക്റ്റ് ബിക്കോസ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 159 അഥവാ 160 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അടുത്തതെന്ന് പറയുന്നത് ഇത് ഒരു കമ്മലാണ്. പിന്നെ ഇത് ആർക്കെന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് ഗുജറാത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഓണത്തെ സ്പെഷ്യൽ എൻ്റെ ഉമ്മ ഇടുന്നതായിരിക്കും.
ഇത് ഓണം സ്പെഷ്യലൊക്കെയാണ്. ഇതെല്ലാം ഓണം സ്പെഷ്യലിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 140 റുപ്പീസാണ്. 140 റുപ്പീസാണ്. നല്ല രസമുണ്ട്. പിന്നെ ഈ ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 99 റുപ്പീസായിരിക്കും. ആർക്കെയും തന്നെ വാങ്ങിയതാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതാണ്ട് ഈ നല്ല രസമുള്ള ഇതൊരെണ്ണം. ഇതിൻ്റെ റേറ്റ് ഐ തിങ്ക് സോ ദിസ് ഇസ് 129. ഐ തിങ്ക് സോ ദാറ്റ് മച്ച് ഇറ്റ് വിൽ ബി കോസ്റ്റ്. അപ്പം അത്രയും രൂപയായിരിക്കും ഇതിന് കോസ്റ്റ് ആവുന്നത്. അപ്പം അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ. മോതിരത്തിൻ്റെ റേറ്റ് എൻ്റെ അടുത്ത് ചോദിക്കരുത്, ഐ ഡോണ്ട് നോ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഓണം സ്പെഷ്യൽ വാങ്ങിയാണോ എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് ഉമ്മാക്ക് അറിയത്തുള്ളൂ. ബട്ട് ഇത് എനിക്കാണ് പ്യുവർ മാച്ചിങ്. കണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഗുജറാത്തിൽ നിന്ന് വാങ്ങിയതാണ്, ഗുജറാത്തി. പിന്നെ കുറച്ച് പിൻ വാങ്ങിയിട്ടുണ്ട്. ഇത് എന്തിനാന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിയതാണെന്ന് തോന്നുന്നു, വെറുതെ ഓരോന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് റോഡ് പ്രത്യേകത വയലറ്റാണ് കേട്ടോ. നമുക്ക് ഈ വയലറ്റ് തുറന്ന് നോക്കാം. വയലറ്റാണോ പർപ്പിളാണോ? പർപ്പിൾ എന്ന് പറയാം, വയലറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ താഴെ പോയിട്ടോ. നമുക്ക് ഇതെന്ന് പറയുന്നത്, അയ്യോ ഇത് നിങ്ങൾ വിചാരിക്കും മറ്റേ കട്ടനകത്ത് ഇടുന്ന ഈ ഒരു സാധനം, അതിൻ്റെ ഫോട്ടോ താണ്ട. ആ കട്ടനകത്ത് ഇടുന്ന അതുമല്ല ആയിരിക്കും. ഫോട്ടോ കാണിക്കാൻ പറ്റുമോ എന്തോ, കാണാവോ എന്തോ. അപ്പോൾ നമുക്ക് നോക്കാം. ഏതെന്ന് വെച്ചാൽ ഫോട്ടോ അല്ല കേട്ടോ, ചുമ്മാ കാണാനാണ്. അപ്പം നമുക്കിത് എല്ലാം കൂടി ഇങ്ങനെ കിഴന്ന് അങ്ങനെ ഇരിക്കുകയാണ്. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. അപ്പം ഇതിൻ്റെ റേറ്റും എനിക്കറിയത്തില്ല. ഇത് ഗുജറാത്ത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഒരു വയറാന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നുവെച്ചാൽ ഒരു കട ഇവിടെ വന്നിട്ടുണ്ട്, പള്ളിമുക്ക് തന്നെ ജംഗ്ഷനിൽ. എല്ലാ ഐറ്റംസും കിട്ടും, മുത്തുമാല. ഇത് കൊള്ളാം, ഇത് നല്ല രസമുണ്ട്. ഇതിനാണെന്ന് തോന്നുന്നു ഇത്തിരി കോസ്റ്റ് കൂടുതലുണ്ട്. ഇതിന് ടോട്ടൽ റേറ്റ് 1000 പോയി. പിന്നെ ഇത് ആർക്കെന്ന് വാങ്ങിയതാണ് 159. നേരത്തെ കാണിച്ച ബ്രേസ്ലെറ്റിൻ്റെ സെയിം റേറ്റ് തന്നെ ഇതിനും വന്നിരിക്കുന്നത്. ബ്രേസ്ലെറ്റ് എന്ന് വെച്ചാൽ ഈ വള കണക്ക് നേരത്തെ കാണിച്ചില്ലേ അത്. പിന്നെ ഇതിന് എന്താ പറയുന്നതെന്ന് എനിക്ക് എന്ത് പറയും ഗൈസ്, ഒന്ന് ഓർത്തെടുക്കട്ടെ. സോ ഗൈസ്, ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഉമ്മടുത്ത് ചോദിച്ചു. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മാട്ടി എന്നാണ്. എന്ന് വെച്ചാൽ കമ്മൽ കിട്ടിയിട്ട് ഇങ്ങനെ മുടിക്കകത്ത് വെക്കുന്ന. ഇതെനിക്ക് പട്ടുപാവാട ആ കമ്മലിനകത്ത് കുറ്റി വെക്കാനാണ് ഗൈസ്. പിന്നെ നല്ല രസമായിരിക്കും ഗൈസ്. എനിക്ക് ഭയങ്കര ചുമ ഗൈസ്. അപ്പോൾ ഈ ഓയിലുള്ളത് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എനിക്ക് കട്ടൻ്റെ മോഡലാണ് തോന്നിയിരിക്കുന്നത്. ഈ ചിലവീര് ഈ കട്ടനകത്ത് ഇത് തൂക്കിയെടുത്തില്ല, ഇങ്ങനെ വള്ളി കണക്ക്, അതേ കണക്ക് തോന്നിയിട്ട്. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇതാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് വള. സോറി, എനിക്ക് പെട്ടെന്ന് റിമൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ പട്ടുവാടയെന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതനുസരിച്ച് ബ്ലാക്ക് കളർ ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത് വള. അപ്പം ഇത് ഒരെണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് ഒരെണ്ണം 3 എണ്ണം വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം 3 6 വെച്ച് നമുക്ക് ഇടാം. പിന്നെ ഞാൻ ഇന്നലെ ഒന്ന് മിനിസോയിൽ പോയിട്ടുണ്ടായിരുന്നു, ഓണം സ്പെഷ്യൽ മിനിസോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ വാങ്ങി ഡാസിലിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ റെഡാണ്. ഇത് നല്ല മണമുണ്ട്. ഡാസിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെയാണ്. ഇത് നല്ല മണമുണ്ട് കേട്ടോ. മിനിസോ തന്നെ ചെയ്തെടുക്കുന്നതാണ്. എനിക്കിതിൻ്റെയൊക്കെ മണം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയത്തില്ല എന്താണ്. ഇതാണ് എൻ്റെ കൈക്കകത്ത് ഇട്ടിരിക്കുന്നത്. ഇട്ടിട്ട് നശിപ്പിക്കും ഞാൻ എൻ്റെ കൈ. പിന്നെ ഇതൊരു സാധനം, ഇത് സെക്കൻഡ് സ്റ്റഡ് കുത്തിയവർക്ക് മാത്രമേ ഇതിടാൻ പറ്റൂ. എനിക്ക് സെക്കൻഡ് സ്റ്റഡൊന്നും കുത്തിയിട്ടില്ല, ചെയ്യണം. അപ്പോൾ ഞാനിത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിനിപ്പോൾ ഓൺലൈൻ വരി ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്തുമ്പോൾ ഇത് ഓൺലൈൻ വരി നോക്കി വാങ്ങിയിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ
ലാസ്റ്റ് റോയിൻ്റെ കളർ ഞാൻ പറയാൻ മറന്നുപോയി. ലാസ്റ്റ് റോയിൻ്റെ കളർ ഗ്രീൻ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്തത് ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ഓൾസോ ചെയ്യുക. അതിനകത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇടിച്ച് പൊട്ടിക്കുക. സോ എല്ലാവർക്കും ബൈ ബൈ.